നമുക്കിന്ന് വളരെ എളുപ്പത്തിലൊരു മോര് കൂട്ടാൻ ഉണ്ടാക്കാം. അതിനാവശ്യമായിട്ടുള്ള സാധനങ്ങൾ: ഒരു പാക്കറ്റ് തൈര്, പിന്നെ കുറച്ച് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ്. ആദ്യം നമുക്ക് ഈ തൈര് നന്നായി ഒന്ന് കടകോല് വെച്ച് ഉടച്ചെടുക്കാം. അതിനകത്ത് നമ്മൾ വെള്ളമൊന്നും ചേർക്കുന്നില്ല കേട്ടോ. അതിലേക്ക് ഉപ്പും മഞ്ഞളും അതുപോലെ മുളക് പൊടി കൂടി ചേർത്തിട്ട് നമുക്ക് നന്നായിട്ട് അതൊന്ന് ഇളക്കിയെടുക്കാം. അതിനുശേഷം ഒരു പാനിൽ നമ്മൾ കടുക് വറുത്ത് ഇതിനകത്തേക്ക് ഇടുന്നതേ ഉള്ളൂ കേട്ടോ. അത്രയും എളുപ്പമാണ്. സാധാരണ തൈര് വാങ്ങിക്കുക, അത് കട്ടയൊടിക്കുക, അതിലേക്ക് നമ്മൾ കടുക് വറുത്തിടുക. കടുക് വറുക്കാൻ ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ: ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയിൽ കടുക്, ഉലുവ, കുറച്ച് വറ്റൽമുളക്, കറിവേപ്പില, ഇത്രയും സാധനങ്ങൾ വറുത്തിട്ട് നമ്മൾ ഈ തൈരിൻ്റെ മിക്സിലേക്ക് ചേർത്ത് കഴിഞ്ഞാൽ ചോറിനൊക്കെ കൂട്ടാൻ പറ്റുന്ന നല്ലൊരു മോരുകറി നമുക്ക് റെഡിയായിട്ട് കിട്ടും. ഇനി അത് ഇത്രയും കൂടി വെള്ളം ഉള്ളതാണ് വേണ്ടെങ്കിൽ നമുക്ക് അതിനകത്ത് വെള്ളം ഒഴിച്ചു കൊടുക്കാം. അതുപോലെ കുറച്ച് നന്നായിട്ട് പുളിച്ചതാണെങ്കിലും നമുക്ക് കുറച്ചും കൂടി വെള്ളം ഒഴിച്ചു കൊടുത്ത് നമ്മളുടെ പാകത്തിനുള്ള ഒരു പുളിയിലാക്കിയെടുക്കാം. ഓരോരുത്തർക്കും പുളി ഓരോ ടേസ്റ്റിലാണല്ലോ വേണ്ടത്. അപ്പോൾ ഇത് നമ്മളൊരു സാധാരണ പുളി വേണ്ട, അല്ലെങ്കിൽ നമ്മൾ തൈര് വാങ്ങിക്കുമ്പോൾ കിട്ടുന്ന ഒരു പുളിയിലാണ് നമ്മൾ മോര് കൂട്ടാൻ ഉണ്ടാക്കുന്നതെങ്കിൽ അതുപോലെ തന്നെ ഉപയോഗിക്കാം. ഇനി ഒരു 5-6 മണിക്കൂർ പുറത്ത് വെച്ചതിന് ശേഷമാണ് നമ്മൾ ഈ കറി ഉണ്ടാക്കുന്നതെങ്കിൽ അതിന് കുറച്ച് നല്ല പുളി ഉണ്ടാവും. ഇനി നമുക്ക് വളരെ എളുപ്പത്തിലൊരു വാഴയ്ക്കയും പയറും കൂടെയുള്ള ഒരു മെഴുക്ക് വരട്ടിയും കൂടെ ഉണ്ടാക്കാം. ഇതൊരു സിമ്പിൾ ലഞ്ചാണ് കേട്ടോ നമ്മളിന്ന് ഉണ്ടാക്കുന്നത്. അതൊരു ചീനച്ചട്ടിയിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കുറച്ച് ചെറിയ ഉള്ളി അരിഞ്ഞത്, ഒരു വറ്റൽമുളക് മുറിച്ചിട്ടത്, ഉപ്പ്, മുളക് പൊടി, അല്പം മഞ്ഞൾപ്പൊടി, ഇത്രയും ഇട്ട് ചെറുതായിട്ടൊന്ന് വഴന്ന് വരുമ്പോഴത്തേക്കും നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന കായും പയറും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി അത് അടച്ച് വെച്ചൊരു 5 മിനിറ്റ് വേകുമ്പോഴത്തേക്കും നല്ല ടേസ്റ്റുള്ള ഒരു മെഴുക്ക് വരട്ടി റെഡിയായി കഴിഞ്ഞു. നമുക്കത് ഇടയ്ക്കിടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കുകയും കൂടി ചെയ്യണം. ഇനി നമുക്ക് ഭംഗിക്ക് 2-3 തൈരുമുളക് വറുത്തെടുക്കാം. ഇനി കുറച്ചും കൂടി ആർഭാടം വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു കഷ്ണം മീനും കൂടി വറുത്തെടുക്കാം. എനിക്കിവിടെ ഒരു കഷ്ണം മീൻ മുളകൊക്കെ പുരട്ടിയിരിപ്പുണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ കുറച്ച് ആർഭാടമാക്കാമെന്ന് വിചാരിച്ചിട്ട് ആ മീനും കൂടി വറുത്തെടുക്കുന്നുണ്ട്. ഇതാ ഇത്ര എളുപ്പത്തിൽ നമ്മൾ മോരുകറി ഉണ്ടാക്കി കഴിഞ്ഞു കേട്ടോ. ഇത് ഞാൻ മോരൊരിക്കലും തിളപ്പിക്കുന്നില്ല. നമ്മളിതിനകത്ത് വെള്ളവും ചേർത്തിട്ടില്ല. ഇനി നമുക്ക് വെള്ളം ചേർക്കണം എന്നുണ്ടെങ്കിൽ അത് തിളപ്പിച്ചാറിയ വെള്ളമോ അല്ലെങ്കിൽ തിളച്ച വെള്ളമോ ചേർത്താണ് നമ്മളത് അതിൻ്റെ കൺസിസ്റ്റൻസി മാറ്റേണ്ടത്. ഇപ്പം ഞാൻ ഒരു കിച്ചടി പോലെ നമ്മൾ വാങ്ങിയ തൈരിൽ പാകത്തിന് പുളിയായപ്പം ഈ കടുക് വറുത്തത് ചേർത്ത് ഒരു മോരുകറിയാണ് ഉണ്ടാക്കുകയാണ് ചെയ്തത്.